ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി തേർഡ് സെം ഹിസ്റ്ററിയിലെ ഫസ്റ്റ് മെയിൻ പേപ്പറായ കേരള ഹിസ്റ്ററി പാർട്ട് 1 ഫസ്റ്റ് ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ വേണമെന്നാണെങ്കിൽ നോട്ട്സ് മലയാളത്തിലാണ് കേട്ടോ. പെയ്ഡ് നോട്ട്സ് മലയാളത്തിലാണ്. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് വിട്ടപ്പോൾ അതിൽ ഞാൻ വാട്സപ്പ് നമ്പർ സെൻഡ് ചെയ്തിരുന്നു. അതിൽ നിങ്ങൾ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോഴൊക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് യൂണിറ്റ് റീസെൻറ്റ് റിസർച്ചസാണ്, സമകാലിക ഗവേഷണങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിൽ ചില ദളിത് ചരിത്രം, അതുപോലെ ഫെമിനിസം, ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. നോക്കാം. നമ്മളിതിൽ ആദ്യം വരുന്നത് കേരള ചരിത്രരചനയിൽ ദളിത് ചരിത്രത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ചാണ്. അതായത് കേരളത്തിലെ പരമ്പരാഗത ചരിത്രരചനയിൽ പ്രധാനമായിട്ടും ഭരണാധികാരികളുടെയും അതുപോലെ മധ്യവർഗത്തിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ചരിത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്, പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അത് തന്നെ എങ്ങനെയാണ് ബ്രാഹ്മണ മേധാവിത്വത്തെ അല്ലെങ്കിൽ നാഗരികാധിപത്യത്തെയൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള വീക്ഷണങ്ങളാണ് ആ ചരിത്രരചനയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ മുഖ്യധാരയിൽ വരുന്ന തരത്തിലുള്ള ആ ചരിത്രത്തിൽ ആരുടെ അനുഭവങ്ങളും സമരങ്ങളും ഒക്കെ പിന്തള്ളപ്പെട്ടു, ദളിതരുടെ ചരിത്രങ്ങളും സമരങ്ങളും ഒക്കെ അവഗണിക്കപ്പെട്ടിരുന്നു. ദളിത് ചരിത്രരചന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ്. അത് വൈദികമായിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയുടെ കീഴിൽ ചരിത്രത്തിൽ മറയപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെ ചരിത്രത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടെത്തിക്കാൻ സഹായിച്ചൊരു ചരിത്രരചനയാണ്. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിനും ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പം അതിന് പ്രത്യേകതകൾ ചോദിച്ചപ്പോൾ പുനരവതരിപ്പിക്കാവുന്ന സാമൂഹ്യ ക്രമങ്ങൾ അതിൽ കൊണ്ടുവന്നു. അതുപോലെ ചരിത്രത്തിലെ പാളിച്ചകളും പിഴവുകളും തെളിയിക്കുന്നതിനത് ഇത് ദളിത് ചരിത്രം സഹായകമായി. പെരിയാറ്, അതുപോലെ പുള്ളിപ്പാറ എന്നിവരിൽ നിന്നുള്ള ദളിത് സമരങ്ങൾ ഈ ചരിത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ ഇത് സഹായകമായിട്ടുണ്ട്. സച്ചിദാനന്ദന്, KS ഭാഗ്യൻ, പോൾ തേവാലക്കര തുടങ്ങിയവരുടെ കൃതികൾ ദളിത് പരിച്ഛേദങ്ങളിൽ നിന്ന് ഉള്ള പുതിയ വീക്ഷണങ്ങൾക്ക്, അതായത് ദളിത് കാഴ്ചപ്പാടുകളിൽ നിന്ന് പുതിയ വീക്ഷണങ്ങൾ ഉയർത്തിയിട്ടുള്ള രചനകളാണ്. അവർ തങ്ങൾ അനുഭവിച്ച അതിക്രമങ്ങളെ കാവ്യാത്മകമായിട്ടും സാമൂഹിക നിരീക്ഷണാത്മകമായിട്ടും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ കഥനങ്ങളിൽ മാറ്റം വരുത്തിയതും അതുപോലെ നിമിഷം പോലുള്ള ആത്മകഥകൾ ചരിത്രരചനയുടെ ഭാഗമാകാൻ തുടങ്ങിയതും ഒക്കെ ഈ ദളിത് ചരിത്രകാരന്മാരിൽ പ്രത്യേകിച്ചും സുധാകരനെ പോലെയുള്ള എഴുത്തുകാർ ചരിത്രത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നതോടുകൂടിയിട്ടാണ്. എന്തൊക്കെയാണ് ദളിത് ചരിത്രത്തിൻ്റെ സ്വാധീനങ്ങൾ നോക്കാം. ഒന്ന്, പുനരവലോകനം ആണ്. അതായത് കേരളത്തിൽ നവോത്ഥാനത്തെക്കുറിച്ചുള്ളൊരു പുനരവലോകനം ഉണ്ടായത് ദളിത് ചരിത്രരചന വന്നതോടു കൂടിയിട്ടാണ്. പിന്നെ ജനകീയ ചരിത്രബോധം, കൂടുതൽ ഇടത്തരം വായനക്കാർക്കും പഠിതാക്കൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ചരിത്രരചനയെ മാറ്റാൻ സാധിച്ചതാണ് ജനകീയ ചരിത്രബോധം. പിന്നെ പാഠ്യപദ്ധതിയിൽ കോളേജ് പാഠ്യപദ്ധതിയിൽ ദളിത് ചരിത്രം ഉൾപ്പെടുത്താൻ തുടങ്ങിയതൊക്കെ ദളിത് ചരിത്രം രചന തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളായിട്ട് പറയേണ്ടത് കേട്ടോ. ഇനി ഡോക്ടർ BR അംബേദ്കറുടെയും മറ്റ് ദളിത് പണ്ഡിതന്മാരുടെയും കൃതികൾ ദളിത് ചരിത്ര രചനയ്ക്ക് എത്രത്തോളം സഹായകമായിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഡോക്ടർ BR അംബേദ്കറും മറ്റ് ദളിത് പണ്ഡിതരും ദളിത് ചരിത്രരചനയ്ക്ക് നൽകിയ സംഭാവനകൾ നമ്മുടെ ചരിത്രബോധത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റം എന്ന് ചോദിച്ചാൽ, ദളിത് സമുദായത്തിൻ്റെ ദുഃഖം, അവരുടെ സമരങ്ങൾ, അവരുടെ ദാഹം, അവരുടെ പ്രതിരോധങ്ങൾ, ഇതൊക്കെ അത്തരത്തിലുള്ള അവരുടെയൊക്കെ ചരിത്രം, അതായത് അംബേദ്കറുടെയും മറ്റ് കീഴാള എന്ന് പറയാം നമുക്കല്ലേ, അതായത് ദളിത് പണ്ഡിതരുടെയൊക്കെ ചരിത്രത്തിൻ്റെ ആത്മാവാണ്. അവരുടെ കൃതികളെ ദളിത് ചരിത്രം ഒരു പൊതു ചർച്ചയായിട്ട് മാറ്റി എന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഡോക്ടർ BR അംബേദ്കറുടെ സംഭാവനകൾ ചരിത്രത്തിൻ്റെ പ്രാതിനിധ്യം തന്നെ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് പ്രധാന കൃതികൾ കേട്ടാൽ നമുക്ക് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ജാതിയോന്മൂലനം, പിന്നെ ദ അൺടച്ചബിൾസ്, തൊട്ടുകൂടാത്തവർ, പിന്നെ ഹൂ ആർ ദ ശൂദ്രാസ്, ആരാണ് ശൂദ്രർ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ എന്താ ചെയ്തിട്ടുള്ളത്? ജാതിയുടെ അടിച്ചമർത്തലിൻ്റെ കഥകൾ വളരെ ശക്തമായിട്ട് അദ്ദേഹം അതിലൂടെയൊക്കെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ചരിത്രരചനയ്ക്ക് ഒരു പുതിയ രീതിശാസ്ത്രം നൽകാൻ അംബേദ്കറിന് സാധിച്ചിട്ടുണ്ട്. അതായത് പാരമ്പര്യ രീതിയിലുള്ള ചരിത്രരചന മാറ്റിയിട്ട്
സ്ത്രീകളും ദളിതരും ശൂദ്രരും ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗത്തെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ രീതിശാസ്ത്രമാണ് അംബേദ്കർ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി മറ്റ് ദളിത് പണ്ഡിതന്മാരാരൊക്കെയാണ്? ഒന്ന് ഓം പ്രകാശ് വാൽമീകിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ജൂതൻ എന്ന് പറയുന്നത്. അദ്ദേഹം സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ചരിത്രം എഴുതിയ വ്യക്തിയാണ്. ദളിത് ജീവിതത്തിൻ്റെ ദാരിദ്ര്യവും അതുപോലെ നിസ്സഹായതയും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടുതൽ പ്രകാശിപ്പിക്കപ്പെട്ടിരുന്നത്. പിന്നെ മറ്റൊരാളാണ് ശരണകുമാർ ലിംബാളേൻ്റെ പ്രധാന കൃതിയാണ് അക്കാർമഷി എന്ന് പറയുന്നത്. സ്വന്തം അനുഭവത്തെ അടിസ്ഥാനമാക്കി ജാതി നിർണയത്തിൻ്റെ മാനസിക വേദനകളും പ്രതിരോധങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രചനകളായിരുന്നു ആരുടേത്? ലിംബാളയുടേത്. ലിംബാളയുടെ കൃതികൾ ദളിതർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച സ്വാതന്ത്ര്യങ്ങളുടെ അഭാവമാണ് കൂടുതലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഗായൽ റാനയാണ് മറ്റൊരു എഴുത്തുകാരൻ. ദളിത് നാരീവാദ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി. ഇതാണ് ദളിത് നാരീവാദ ചരിത്രം. ദളിത് സ്ത്രീയുടെ അനുഭവം, നാരീവാദം എന്ന ദളിതരായിട്ടുള്ള സ്ത്രീകളുടെ അനുഭവം പ്രത്യേക ചരിത്രരേഖയായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ് ഗായൽ റാന. ദളിത് പണ്ഡിതന്മാർ ചരിത്രം മുകളിൽ നിന്ന് എഴുതുന്നതിനെ ചോദ്യം ചെയ്തു. അതായത് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ഭരണാധികാരികളുടെ എലൈറ്റ് വർഗത്തിൻ്റെ എന്ന് പറയാം നമുക്ക്, അവരുടെ ചരിത്രം എഴുതുന്നതിന് ചോദ്യം ചെയ്യുകയും താഴ്ന്ന ജാതിയിൽ, അതായത് സമൂഹത്തിൻ്റെ താഴെ തട്ടിൽ നിന്നുള്ള കാഴ്ചപ്പാട്, അവരുടെ അനുഭവം, അവരുടെ കഥാസമൃദ്ധി, അവരുടെ ആത്മകഥ എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ചരിത്രരചനയ്ക്ക് അവർ പ്രാധാന്യം നൽകി. അതായത് വസ്തുനിഷ്ഠതയുടെ പേരിൽ മറഞ്ഞു പോയ വേദനകൾ അവർ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. അതുപോലെ അക്കാദമിക് തലത്തിൽ ദളിത് സ്റ്റഡീസ് എന്നൊരു പുതിയ ശാഖ ഉയർന്നു വരുന്നതിനും ദളിത് ചരിത്രം കാരണമായിട്ടുണ്ട്. ദളിത് ചിന്തകൾ മതം, ജാതി, അതുപോലെ അടിച്ചമർത്തലിൻ്റെ ചരിത്രപരമായ ഘടകങ്ങൾ എന്നിവ തുറന്നു കാണിക്കുന്ന രീതിയിലുള്ളതായിരുന്നു ദളിത് ചരിത്രങ്ങൾ. ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഫെമിനിസ്റ്റ് ചരിത്ര രചനയ്ക്ക് കേരളത്തിലെ സ്ത്രീ എഴുത്തുകാരുടെ സംഭാവനകളാണ്. പഴയ ചരിത്രരചനയിൽ നമ്മൾ പറഞ്ഞു, ദളിതരെ മറച്ചു വെച്ചതുപോലെ തന്നെ ആരുടെ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നില്ല. സ്ത്രീകളെക്കുറിച്ചുള്ള രേഖകളും വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ജീവിതം, അവരുടെ വേദന, അവരുടെ പ്രതിരോധം, അവരുടെ ഉപഭോഗം ഇതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, പഴയകാല ചരിത്രരചനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ധാരയിൽ നിന്ന്, അതായത് ഈ സ്ത്രീപക്ഷ ധാരയിൽ നിന്ന് വിട്ടുനിന്നാണ് സ്ത്രീ എഴുത്തുകാർ, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീപക്ഷ ധാരയിലേക്ക് കൂടുതൽ ആഴത്തിൽ ചെന്നിറങ്ങിക്കൊണ്ടാണ് അവർ ഏത് ധാരയിൽ നിന്ന് വിട്ടുന്നുണ്ട്, പരമ്പരാഗത രീതിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ചരിത്രരചനയാണ് സ്ത്രീ എഴുത്തുകാർ പരിപോഷിപ്പിച്ചത് അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടത്. അതിനെ നമ്മൾ ഫെമിനിസ്റ്റ് ചരിത്രരചനാ രീതിശാസ്ത്രം എന്നാണ് അതിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണ്? അവർ അനുഭവത്തിൻ്റെ ചരിത്രമാണ് എഴുതിയത് എന്നുള്ളതാണ്. മറ്റൊന്ന് ഓറൽ ഹിസ്റ്ററിക്ക് അവർ പ്രാധാന്യം കൊടുത്തു. അതായത് കുറേ കാലങ്ങളായിട്ട് അജ്ഞാതമായ സ്ത്രീകളുടെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടതുണ്ടാവില്ലേ, അതൊക്കെ ചരിത്രരചനയിൽ ഉൾപ്പെടുത്തി. അതാണ് ഓറൽ ഹിസ്റ്ററി. പിന്നെ ആത്മകഥ, നോവൽ, കവിത എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സാഹിത്യ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി ചരിത്രരചനയ്ക്ക്. ഇനി സ്ത്രീ ചരിത്രത്തിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? ഫെമിനിസ്റ്റ് ഹിസ്റ്ററിയുടെ പ്രാധാന്യങ്ങൾ. ഒന്നാമത്തത് വികേന്ദ്രീകൃത ചരിത്രമാണത്. അതായത് സ്ത്രീയുടെ ദൈനംദിന ജീവിതം, അവരുടെ ഗാർഹിക ജീവിതം, അവരുടെ തൊഴിൽ നില, മാതൃത്വം, ഇതിനെയൊക്കെ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് വികേന്ദ്രീകൃത ചരിത്രം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അത് പുരുഷന് മാത്രമല്ല സ്ത്രീക്കും ചരിത്രമുണ്ട്, അല്ലെങ്കിൽ സംഭവങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ചരിത്രരചന. മറ്റൊന്ന് പുനരവതാര കഥനങ്ങളാണ്. അതായത് നവോത്ഥാന പുരുഷന്മാരുടെ കഥാപാത്രങ്ങൾക്കുള്ള വിമർശനാത്മകമായ രീതിയിലാണ് അവർ രചന തയ്യാറാക്കിയിരുന്നത്. പിന്നെ പാഠ്യപദ്ധതികളിൽ സ്ത്രീകളുടെ അവസ്ഥകളൊക്കെ പ്രതിഫലിക്കാൻ തുടങ്ങിയത് ഫെമിനിസ്റ്റ് ചരിത്രരചനയുടെ ഒരു വിജയമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി പ്രമുഖരായിട്ടുള്ള വനിതാ എഴുത്തുകാർ ആരൊക്കെയാണ്? ഒന്ന് സുഗതകുമാരിയാണ്, സുഗതകുമാരി. അവർ കവിതയിലൂടെയാണ് കൂടുതലും പ്രസിദ്ധി നേടിയതെങ്കിലും അവരുടെ രചനയിലെ സ്ത്രീ ചിന്തകൾ അല്ലെങ്കിൽ പരിസ്ഥിതിവാദങ്ങളൊക്കെ സ്ത്രീയെ പരിസ്ഥിതിയോട് ഉപമിച്ചുകൊണ്ടൊക്കെയാണ് ഫെമിനിസത്തിൻ്റെ എക്കോ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ സ്ത്രീകളുടെ ചരിത്രബോധത്തെ സമൃദ്ധമാക്കുന്ന രീതിയിലുള്ള രചനകളാണ് സുഗതകുമാരി നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ ആളാണ് ആലോചന. ചരിത്രം, ജീവിതവാദം, ലിംഗാധിപത്യം എന്നീ വിഷയങ്ങളിൽ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് ആലോചന. പിന്നെ സാറാ ജോസഫ് പറയണ്ടല്ലോ അല്ലേ, അലാഹയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞിട്ട് അവർ എഴുതിയിട്ടുള്ള കൃതി സ്ത്രീകളുടെ മതപരമായ അടിച്ചമർത്തലിനെയും അവരുടെ സാമൂഹിക ഘടനയെയും തുറന്നു കാണിച്ചിട്ടുള്ളൊരു രചനയാണ് അലാഹയുടെ പെൺമക്കൾ. മാത്രമല്ല സ്ത്രീയുടെ ചരിത്രം എഴുതി വാങ്ങാൻ എങ്ങനെ കഴിയും എന്നതിൻ്റെ ഒരു ഉദാഹരണം, ഒരു ഉത്തമ മാതൃക കൂടിയായിരുന്നു ആരുടെ കൃതികൾ? സാറാ ജോസഫിൻ്റെ കൃതികൾ. ഇത്രയാണ് അതിൽ വരുന്നത്. പിന്നെ നമുക്ക് കേരള ചരിത്ര പഠനങ്ങളുടെ വിശാലമായ സാഹചര്യത്തിൽ പ്രാദേശിക ചരിത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതായത്
പൊതുവെ ചരിത്രം കൂടുതലും രാജ്യശാസ്ത്രപരമായിട്ടുള്ള ഭൂപ്രഭുക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് അനുചിതമായിട്ടുള്ള മഹാനായകന്മാരായിട്ടുള്ള ഭരണാധികാരികളുടെ ആഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ചരിത്രരചന നടത്തിയിരുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇന്ത്യൻ ചരിത്രരചന. പിന്നെ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രരചന അതിൽ നിന്ന് നമ്മൾ പലപ്പോഴും മാറ്റിയിട്ട് നമ്മൾ രചിക്കപ്പെടുകയും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അത്രയും നമ്മൾ കേരള ചരിത്രത്തിന് നൽകിയിട്ട് സംഭാവനകൾ വേദാളുകൾ അപ്പോൾ അങ്ങനെ ചരിത്രം രചിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രാദേശികമായ തലത്തിൽ ചരിത്രരചന നടത്താൻ കഴിയും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രാദേശിക ചരിത്രത്തിൽ ന്യൂനപക്ഷ ശബ്ദങ്ങൾക്കൊരു സ്ഥാനമുണ്ടാവും, ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾക്കൊരു സ്ഥാനമുണ്ടാവും. തദ്ദേശ തലത്തിലുള്ള വസ്തുതകൾ തിരിച്ചറിയാനും പ്രാദേശിക ചരിത്രം സഹായിക്കും. അതുപോലെ ദളിത്, ആദിവാസി, അതുപോലെ സ്ത്രീകൾ, സ്ത്രീ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, തെയ്യം സമൂഹങ്ങൾ തുടങ്ങിയവരുടെ ചരിത്രമൊക്കെ ഏതിലൂടെ പ്രതിഫലിക്കും? പ്രാദേശിക ചരിത്രത്തിലൂടെ. അതായത് സമൂഹത്തിൽ എണ്ണത്തിൽ കുറവുള്ള, സമൂഹത്തിൽ ആരും മുന്നോട്ട് കൊണ്ടുവരാത്ത വിഭാഗങ്ങളെയൊക്കെ ചരിത്രത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏത് ചരിത്രം രചിക്കപ്പെടണം എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രാദേശികമായ ചരിത്രം രചിക്കപ്പെടണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാദേശിക ചരിത്രം സാമൂഹിക സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ രേഖപ്പെടുത്തലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുന്നുണ്ട്, മലപ്പുറത്തെയും ആലപ്പുഴയിലെയും കന്യാ സംസ്ഥാനങ്ങളിലെ സ്ത്രീകളുടെ ചരിത്രം തമ്മിൽ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ മലപ്പുറത്തിൻ്റെ ചരിത്രം എഴുതി കഴിഞ്ഞാൽ ആരുടെ ചരിത്രം നമുക്ക് അറിയാൻ കഴിയില്ല, ആലപ്പുഴയുടെ ചരിത്രം നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ട് എഴുതിയെങ്കിൽ തന്നെ പറ്റുള്ളൂ എന്തിന്? ഓരോ മേഖലകളിലും ഓരോ വിഭാഗത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് അറിയാൻ അങ്ങനെ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ പ്രാദേശിക ചരിത്രം തയ്യാറാക്കുന്നതിലൂടെ ചരിത്രത്തെ ജനാധിപത്യ രീതിയിലേക്ക് മാറ്റാനും കഴിയും എന്ന് പറയും. അതായത് വായനക്കാർക്കും ചിന്തകർക്കും സമീപിക്കാവുന്ന തരത്തിൽ ചരിത്രം ജനാധിപത്യവൽക്കരിക്കപ്പെടും. ഏതിലാവുമ്പോൾ? പ്രാദേശിക തലത്തിൽ ചരിത്രം എഴുതപ്പെടുമ്പോൾ. അവിടെ പൊതുജനങ്ങളുടെ ഓർമ്മകളും ജീവിതാനുഭവങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരും. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ എഴുതിയതൊക്കെ യാഥാർത്ഥ്യമാണ്, ഇതൊക്കെ നാളെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണെന്നൊരു ബോധ്യം ആരിലും ഉണ്ടാകും, സാധാരണക്കാരായ ജനങ്ങളിലും ഉണ്ടാകും. അപ്പോൾ ചരിത്രത്തെ ജനാധിപത്യവൽക്കരിക്കാൻ ഏത് സഹായകമാണ്? പ്രാദേശിക ചരിത്രങ്ങളുടെ രചന സഹായകമാണ്. അതുപോലെ പ്രാദേശിക ചരിത്രം തയ്യാറാക്കുന്നതിലൂടെ ചരിത്രരചനയിൽ പുതുമയുള്ള സമീപനങ്ങൾ രൂപപ്പെടും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓറൽ ഹിസ്റ്ററി, അതായത് നാടോടി ഗാഥകൾ, ഐതിഹ്യങ്ങൾ, നാടൻ പാട്ടുകൾ തുടങ്ങിയവ ചരിത്രത്തിൽ കടന്നു വരുന്നുണ്ട്. അതൊക്കെ ഏത് ചരിത്രം എഴുതുമ്പോഴാണ് വരുന്നത്? പ്രാദേശിക ചരിത്രം എഴുതുമ്പോഴാണ് ഉൾപ്പെടുന്നത്, അല്ലേ? കൂടാതെ ആത്മകഥകൾ, സ്മൃതി രേഖകൾ എന്നിവപോലുള്ള തദ്ദേശവാസികളുടെ എഴുത്തുകൾ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതിനും എന്ത് വേണം? പ്രാദേശിക ചരിത്രം എഴുതണം. അപ്പോൾ പ്രാദേശിക ചരിത്രം വിദ്യാഭ്യാസം, ഗവേഷണ മേഖലകളിലൊക്കെ പ്രസക്തി നൽകുന്ന ഒന്നാണ്. സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയിൽ പ്രാദേശിക ചരിത്രം ഉൾപ്പെടുത്തുന്നത് കുട്ടികളെ തങ്ങളുടെ ദേശബോധം അല്ലെങ്കിൽ ദേശാവബോധം വികസിപ്പിക്കാനും സഹായിക്കും. അപ്പോൾ പ്രാദേശിക ചരിത്രം ഗവേഷണ രംഗത്തേക്ക് കൂടുതൽ ആളുകളെ അതിലൂടെ ആകർഷിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ലളിതവൽക്കരിച്ചിട്ടുള്ള ജീവിക്കുന്ന ഒരു ചരിത്രമാണ് ഏത്? പ്രാദേശിക ചരിത്രം എന്ന് പറയും. അപ്പോൾ പ്രാദേശിക ചരിത്രത്തെ പൗരന്മാരുടെയും ജനങ്ങളുടെയും അനുഭവങ്ങളുടെ രേഖയായിട്ട് മാറും. അതിലൂടെ ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാവുകയും എല്ലാ വിഭാഗം ജനങ്ങളും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുകയും ചെയ്യും എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് പ്രാദേശിക ചരിത്രത്തിനുണ്ട്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന പാഠഭാഗങ്ങൾ കേട്ടോ. ഇനി അടുത്ത ബ്ലോക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.